ഗോപികൃഷ്ണൻ, ശരിക്കും യഥാർത്ഥത്തിൽ ഈ പലയിടങ്ങളിലും അന്നൊക്കെ ചർച്ച ചെയ്യാൻ ആൾക്കാർ മടിച്ചിരുന്നു. എന്നാൽ വാ തുറന്ന് വർത്തമാനം പറയണമെന്നും സ്വതന്ത്രമായി പറയണമെന്നും അവിടെയും ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം ഉണ്ടെന്ന് ആളുകൾ കണ്ടെത്തുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ ഈ പല കീഴ്ഘടകങ്ങളിലും കടുത്ത വിമർശനം പ്രത്യേകിച്ച് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദനെതിരെയും ഉയർന്നു വരുന്നു. എന്നാൽ ഇവരൊന്നും നേരത്തെ വിമർശനം ഉന്നയിച്ചതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. SKN ജയിച്ചു നിൽക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ന്യായീകരിക്കപ്പെടും. ഒരിക്കൽ തോറ്റുപോയാലാണ് നമ്മളുടെ പ്രവൃത്തികൾക്കെതിരെ വിമർശനങ്ങൾ ഉയരുന്നത്. അത് എനിക്ക് തോന്നുന്നു രാഷ്ട്രീയത്തിൽ മാത്രമല്ല എല്ലാ മേഖലയിലും നമ്മൾ കാണുന്നത് ജയിച്ചു നിൽക്കുന്നയാളുടെ ഫോർമുലകൾ എല്ലാ കാലത്തും പ്രകീർത്തിക്കപ്പെടും എന്നാണ്. സത്യത്തിൽ സ്വേച്ഛാധിപതികളും ഏകാധിപതികളും ഒക്കെ ഉണ്ടാകുന്നത് പോലും അങ്ങനെയാണ് നമുക്ക് പറയാം. കാരണം അപ്പോൾ അണികൾ വാഴ്ത്തിപ്പാടാനുണ്ടാകും, അപ്പോൾ കൂടുതൽ കർക്കശക്കാരനായ ആളുകളായി മാറും. ഒരുപക്ഷെ പിണറായി വിജയനും അത് സംഭവിച്ചിരിക്കും എന്ന് മാത്രമേ ആ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളൂ. പക്ഷേ ലോക്കൽ കമ്മിറ്റി മുതൽ താങ്കൾ പറഞ്ഞതുപോലെ മേൽഘടകങ്ങൾ വരെ കേന്ദ്ര കമ്മിറ്റി വരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഈ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് കാരണങ്ങൾ വിലയിരുത്തപ്പെടുന്ന എല്ലാ വേദികളിലും ഉണ്ടാകുന്നുണ്ട്. അതിൽ എല്ലായിടത്തും ഒരുപോലെ ഉണ്ടായ ഒന്നാണ് പിണറായി വിജയൻ്റെ സംസാര ശൈലിയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രീതികളും അതോടൊപ്പം തന്നെ ഈ ഗോവിന്ദ മാഷിൻ്റെ ശരീരഭാഷയും എന്നത് ആ നിലയ്ക്ക് വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. പല ഘടകങ്ങൾ വിലയിരുത്തപ്പെടുകയുണ്ടായി ഈ തോൽവിക്ക്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിണറായി വിജയൻ ഒരു ഭരണാധിപൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരു ഡിസ്കണക്ട് കേരളത്തിലെ ജനങ്ങളിൽ നിന്നുണ്ടായി. അദ്ദേഹം നടത്തിയിട്ടുള്ള പല തീരുമാനങ്ങളും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഇടപെടലുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങളെ അകറ്റി നിർത്തുന്നതായിരുന്നു എന്നതാണ്. ഇനി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ന്യൂനപക്ഷ സമുദായങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് അകന്നുപോയി എന്ന വിമർശനമുണ്ട്. ജനവിരുദ്ധമായ തീരുമാനങ്ങൾ ഈ സർക്കാർ സ്വീകരിച്ചു എന്ന ആക്ഷേപമുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടായി എന്ന കണ്ടെത്തലുണ്ട്. അതിനു പുറമെ പാർട്ടിയിൽ വിശ്വസ്തരായി നിന്ന പാർട്ടിയുടെ ഭാഗമായി നിന്നവർ പിന്നീട് വിമതരാവുകയും അവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആക്ഷേപങ്ങൾ പൊതുസമൂഹത്തിൽ ഒന്നാകെ ചർച്ചയാക്കപ്പെടുകയും ചെയ്തു. അതൊക്കെ ഈ പരാജയത്തിൻ്റെ കാരണങ്ങളായി വിലയിരുത്തപ്പെടുന്നുണ്ട്. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഈ നേതൃത്വത്തിൻ്റെ ശൈലി എന്നതാണ്. അത് എനിക്ക് തോന്നുന്നത് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ CPM പോലെ ഒരു ഉൾപാർട്ടി ജനാധിപത്യം അവകാശമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന അനുവദിച്ചു കൊടുത്തിട്ടുള്ള പ്രത്യേക അതിൻ്റെ ഭരണഘടന അനുവദിച്ചു കൊടുത്തിരിക്കുന്ന ആ അവകാശമുള്ള ഈ പാർട്ടിയിൽ താങ്കൾ പറഞ്ഞതുപോലെ സ്വാഭാവികമായും ഇതിനും എത്രയോ മുൻപ് അണികളിൽ നിന്ന് നേതാക്കളിൽ നിന്ന് ആ പാർട്ടിയിലെ മറ്റ് സഖാക്കളിൽ നിന്നൊക്കെ ഒരു തിരുത്താൻ വേണ്ടിയുള്ള ശ്രമം ഉണ്ടാകേണ്ടതായിരുന്നു. പക്ഷേ ഈ സംഘടനാ സംവിധാനത്തിൽ അടിമുടി ഉണ്ടായിട്ടുള്ള അതായത് താഴെ തട്ടിലുള്ള ജനങ്ങളിൽ നിന്ന് അകന്നു പോയിരിക്കുന്ന പാർട്ടിയുടെ സംവിധാനം എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു. ഏറ്റവും മികച്ച ഉദാഹരണമാണ് പാർട്ടിയുടെ ഏറ്റവും അടിയുറച്ച പാർട്ടി അംഗങ്ങളായിരുന്ന അവർക്കൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ തിരിഞ്ഞു നിൽക്കുമ്പോഴും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ പാർട്ടിയിലെ നേതൃത്വം തയ്യാറായിട്ടില്ല എന്നത്. അത് CPM പോലെ ഒരു പാർട്ടിയെ കേരളത്തിൽ നമുക്കറിയാം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് കേരളത്തിൻ്റെ സാമൂഹിക പുരോഗതിയിൽ കേരളം കൈവരിച്ച നേട്ടങ്ങളിൽ അവരുടെ സംഭാവന എന്താണെന്ന് ചരിത്രം പഠിക്കുന്നവർക്കറിയാം. അതുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന അപജയത്തെ വളരെ ആശങ്കയോടുകൂടി മാത്രമേ ഏത് രാഷ്ട്രീയ ബോധമുള്ള ഒരു വ്യക്തിക്കും കാണാൻ കഴിയും. അപ്പോൾ ഇത്ര ഗുരുതരമായ ഒരു പ്രതിസന്ധി പാർട്ടി ഈ സംസ്ഥാനത്ത് നേരിടുമ്പോൾ അത് കണ്ടെത്താനും അത് മനസ്സിലാക്കാനും അതിൻ്റെ തിരുത്തൽ നടപടികൾക്ക് നേതൃത്വം കൊടുക്കാനും പരാജയപ്പെട്ട ഒരു നേതൃത്വം ഒരു സംഘടനാ സംവിധാനവും കേരളത്തിൽ ഉണ്ടായി എന്നതാണ് ഈ വിമർശനങ്ങളുടെ കാതൽ. ഇനി ഈ വിമർശനങ്ങളൊക്കെ നിൽക്കുമ്പോഴും മറ്റെന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് അതിനെ ന്യായീകരിച്ച് മറ്റ് കാരണങ്ങൾ കണ്ടെത്താനാണ് നേതൃത്വം ശ്രമിക്കുന്നതെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വേരറ്റ് പോകുന്ന ഗുരുതരമായ അവസ്ഥയിലേക്ക് കേരളം എത്താൻ പോകുന്നു. അതുകൊണ്ട് അതിൽ മുന്നറിയിപ്പും ജാഗ്രതയുമായി വേണം ഈ വിമർശനങ്ങളെ പരിഗണിക്കാൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.